പോലീസുകാർക്കിടയിലെ ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം ജോലി സമ്മർദ്ദമല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്തെ പോലീസുകാരുടേത് ദുരിത നരക ജീവിതമെന്ന് നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് MLA ആരോപിച്ചു. സർക്കാർ വിഷയം ലഘൂകരിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദവും ജോലിഭാരവും കാരണം സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്ന ഗുരുതര സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. PC വിഷ്ണുനാഥ് MLA നോട്ടീസ് നൽകിയത്. ജോലി സമ്മർദ്ദമുണ്ടെന്ന കാര്യം സമ്മതിച്ച മുഖ്യമന്ത്രി ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം കുടുംബ പ്രശ്നമാണെന്ന് ആരോപിച്ചു. സേനാംഗങ്ങൾക്കിടയിലെ ആത്മഹത്യകൾക്കുള്ള കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടാതെ ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന മാനസിക സംഘർഷങ്ങളുമാണെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ കുറക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ 6 ദിവസത്തിനകം 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തതെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. 8 മണിക്കൂർ ഡ്യൂട്ടി പോലീസുകാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുന്നില്ല. സാർ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 88 പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത്. 6 ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. ആഴ്ചയിൽ 174 കിട്ടും സാർ. ഈ 174 അങ്ങേക്ക് അറിയാമല്ലോ. ഈ 3-4 ദിവസം പഴകിയ മൃതശരീരങ്ങൾ അടച്ചുകൂട്ടിയ വീട്ടിൽ നിന്നൊക്കെ കണ്ടെത്തി അത് ചീഞ്ഞളിഞ്ഞ് ആ മൃതശരീരത്തിൻ്റെ മുൻപിൽ ഈ ദുർഗന്ധം സഹിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഈ പോലീസുകാരൻ കാത്തിരിക്കണം സാർ. അവർക്ക് സമയത്തിന് ആഹാരമില്ല സാർ, അവർക്ക് ഉറക്കമില്ല സാർ. അങ്ങനെ ഈ പോലീസുകാരൻ്റെ ദുരിത ജീവിതം, ഈ പോലീസുകാരൻ്റെ നരക ജീവിതം ഇങ്ങനെ തുടരുകയാണ് സാർ. സേനയിൽ ആത്മഹത്യ വർദ്ധിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. 8 മണിക്കൂർ ജോലി ചില സ്റ്റേഷനുകളിൽ നടപ്പാക്കിയിട്ടുണ്ട്, അത് വ്യാപിപ്പിക്കും. പോലീസ് സ്റ്റേഷനുകളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി. പോലീസുകാര് ജോലികൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ് സർ. ഏത് പോലീസ് സ്റ്റേഷനിലും ജോലിയെടുക്കുന്ന പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 8 മണിക്കൂർ ജോലി നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാനായിട്ടില്ല. ചില സ്റ്റേഷനുകളിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. അത് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നത് ശരിയല്ല. പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബാഹ്യ ഇടപെടൽ സേനയിലില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന് സാർ. പോലീസിലെ ഹൈറാർക്കിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുമോ? SP നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ. നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആരാ? ഏരിയ കമ്മിറ്റികളല്ലേ. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി മുൻനിർത്തി അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.